ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫ്രീ ഫയർ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് അയച്ചത് നമ്മളെ വീഡിയോയിൽ ഫുള്ള് അഭിനയിച്ചിട്ടുള്ള നമ്മളെ വീഡിയോയിലൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അപ്പം ഞാൻ കുറേ പേരോട് ചോദിച്ചിരുന്നു ഫ്രീ ഫയറിൻ്റെ ഉത്തരം. അപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. വളരെ കൃത്യത്തിൽ ഒരാൾക്ക് മാത്രമേ തരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിക്കാൻ മാത്രമേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും നിങ്ങൾക്ക് അത്രയൊന്നും അറിയില്ല. കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ഫ്രീ ഫയറിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കമൻറ്റ് നമുക്കത് നോക്കാം, അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ എടുത്തിട്ട് നമ്മളെ നോട്ടിഫിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് കമൻറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് അഫ്ലഹാണ് കമൻറ്റ് ഇട്ടല്ലേ. ഇവരാണല്ലോ കൃത്യമായിട്ട് കമൻറ്റ് ഇട്ട്. ഇതാണ് കമൻറ്റ് ഉണ്ടോ. ഇങ്ങനെ ഇടാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, അറിയണത് വരെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അഫ്ലഹാണ് കൂടുതലും കമൻറ്റ് ഇട്ടത്, അതായത് ഫുള്ളായി കമൻറ്റ് ഇട്ടത്. ഞാൻ ഇങ്ങനെ ഇടാനാണ് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് ഉണ്ടോ. അപ്പോൾ ഇതിൽ അഫ്ലഹാണ് കമൻറ്റ് ഇട്ടത്, ഉണ്ടല്ലേ. അപ്പം ഞാൻ ചോദിച്ചിരുന്നത് ഫ്രീ ഫയർ എന്ന ഈ ഒരു ഗെയിം പുറത്തിറങ്ങിയത് എന്നാണ്. 2017. ഓക്കെ, അത് കറക്റ്റാണ്. 2017 കറക്റ്റാണ്. ദെൻ ഫ്രീ ഫയർ ഗെയിമിൻ്റെ ഫ്രീ ഫയർ ഗെയിം ആരാണ് പുറത്തിറക്കിയത്? ഗരീന. ഓക്കെ, അതും കറക്റ്റാണ്, ഗരീന. 3, ഫ്രീ ഫയർ ഗെയിമിൻ്റെ ആദ്യത്തെ ലോഞ്ചിങ് മ്യൂസിക്, അത് ലോഞ്ച് ചെയ്തപ്പോഴുള്ള മ്യൂസിക്, ഫ്രീ ഫയർ ഒറിജിനൽ ലോബി. ഓക്കെ, കറക്റ്റാണ്. ഫ്രീ ഫയർ ഒറിജിനൽ ലോബി കറക്റ്റാണ്. ദെൻ ഫ്രീ ഫയർ ഇറങ്ങിയപ്പോഴുള്ള, അത് ഫ്രീ ഫയർ ഇറക്കിയപ്പോഴുള്ള ആദ്യത്തെ ലോഗോ, ലോഞ്ച് ചെയ്തപ്പോഴുള്ള ലോഗോ, അതായത് ചുവപ്പും മഞ്ഞയും കലർന്ന ഒരു പ്രൊഫൈല്, അതിന് താഴെ ഗരീന ഫ്രീ ഫയർ എന്നെഴുതിയിരുന്നു. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, അപ്പം ഉത്തരം നമ്മൾ അഫ്ലഹ് തന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് തോന്നുന്നു. കഷ്ടപ്പെട്ടതിനുള്ള സമ്മാനം നമുക്ക് കൊടുക്കാം. അപ്പോൾ നേരെ ആ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സമ്മാനം അർഹതപ്പെട്ട സമ്മാനം കിട്ടിയത് ആർക്കാന്ന് അറിയണ്ടേ? അതെ, സനുവിന് തന്നെയാണ്, നമ്മളെ അഫ്ലഹ്. അപ്പോൾ അവനക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അവനെ എന്തായാലും ഇവിടേക്ക് വിളിക്കുന്നു. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നപ്പോൾ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പം നമുക്ക് ഗിഫ്റ്റ് കൈമാറാം. അപ്പം ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായി. ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചോ കിട്ടൂല എന്നുള്ളത്? കിട്ടുമെന്ന് വിചാരിച്ചോ? ഓക്കെ, ശരി. അപ്പം താങ്കൾക്ക് ഗിഫ്റ്റ് ആർക്കും വേണമെങ്കിൽ കൊടുക്കാം, താങ്കളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം താങ്കളുടെ കയ്യിലല്ലേ ഇതുള്ളത്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഞെക്കൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ.